ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോടി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് മസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് റെസിൽമേനിയ 40 മൈ എക്സ്പെക്റ്റേഷൻ. റെസിൽമേനിയ 40 കുറിച്ചുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻസ്, എൻ്റെ പ്രതീക്ഷകൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. റെസിൽമേനിയ WWE കാണുന്നവർക്കറിയാം, റെസിൽമേനിയ എന്നത് WWE ഏറ്റവും വലിയ പേപ്പർ വ്യൂകളിൽ ഒന്നാണ് റെസിൽമേനിയ. എല്ലാ വർഷവും ഇത് അവർ നടത്താറുണ്ട്. എല്ലാ വർഷവും മാർച്ച് അവസാന പകുതി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ പകുതി, ഈ സമയത്തായിരിക്കും റെസിൽമേനിയ നടക്കുക. വാർഷികമായിട്ടാണ്, അല്ലെങ്കിൽ വാർഷിക പേപ്പർ വ്യൂ ആണ്. എല്ലാ വർഷവും നടത്തുന്ന പേപ്പർ വ്യൂ ആണ് റെസിൽമേനിയ എന്നത്. 1985 റെസിൽമേനിയ സ്റ്റാർട്ട് ചെയ്തത്. 1985 മാർച്ച് 31 ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിലാണ് റെസിൽമേനിയ സ്റ്റാർട്ട് ചെയ്തത് 1985. ഇപ്പോൾ ഈ 2024 നടക്കാൻ പോകുന്നത് 40ാമത്തെ ഈവൻറ്റ്, 40ാമത്തെ വർഷം. കണ്ടിന്യൂ ആയിട്ട് 40ാമത്തെ ഇതാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 6, ഏപ്രിൽ 7 തീയതികളിലാണ് റെസിൽമേനിയ 40 നടക്കുക. 2 ദിവസങ്ങളായിട്ടായിരിക്കും. ഏപ്രിൽ 6, ഏപ്രിൽ 7 തീയതികളിൽ. ഇന്ത്യയിൽ അത് ഏപ്രിൽ 7, ഏപ്രിൽ 8 തീയതികളിലായിരിക്കും ഇന്ത്യയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലായിരിക്കും ഈ പ്രാവശ്യം റെസിൽമേനിയ നടക്കുന്നത്. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിലാണ് പ്രാവശ്യത്തെ റെസിൽമേനിയ നടക്കുന്നത്. ഇപ്രാവശ്യത്തെ റെസിൽമേനിയയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഇതെന്ന് പറയുന്ന ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനാണ്. അതായത് റോമൻ റെയിൻസ്, റോക്ക്, അവർ കോഡി റോഡ്സിനും സെത്ത് റോളിൻസിനും എതിരെ മത്സരിക്കുന്ന ടാഗ് ടീം മത്സരവും, അതോടൊപ്പം റോമൻ റെയിൻസും കോഡി റോഡ്സും തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പുമാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ആകർഷകമായ മാച്ച് എന്ന് പറയുന്നത്. ഈ 2 മാച്ചുകളാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പേര് ഉറ്റുനോക്കുന്ന മാച്ചുകൾ. അതായത് റോമൻ റെയിൻസിൻ്റെ ആ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഹിസ്റ്റോറിക്കൽ റെയിൻ 1000 ദിവസത്തിന് മേളിലുള്ളത്. 1308 ദിവസമാണ് അദ്ദേഹം ഇപ്പോൾ ചാമ്പ്യനായിട്ട് തുടരുന്നത്. അതായത് ഏകദേശം ഒരു 3.5 വർഷത്തോളമായിട്ട് അദ്ദേഹമാണ് ചാമ്പ്യന്. അദ്ദേഹത്തെ ആരും തോക്കടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ട്രീക്കുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളി കോഡി റോഡ്സ് റോമൻ റെയിൻസുമായിട്ടുള്ളൊരു ആ മത്സരം അതായിരിക്കും ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം ആ ടാഗ് ടീം മാച്ചും റോക്ക് വന്നതോടുകൂടി റെസിൽമേനിയയുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞത് ഈ വർഷത്തെ വളരെയധികം വലുതായി കഴിഞ്ഞു. ആ ലൈഫ് സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ പ്രാവശ്യം എല്ലാവരെയും റെസിൽമേനിയയിലേക്ക് ആകർഷിക്കുക. അതുകൂടാതെ ഡ്രൂ മാക്കിൻഡയറും സെത്ത് റോളിൻസും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരവും, വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് മത്സരവും, പിന്നെ റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ലോഗൻ പോളും, ഇവർ മൂന്നും തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് US ചാമ്പ്യൻഷിപ്പ് മത്സരവും എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ 2 മത്സരങ്ങളാണ്. ടാഗ് ടീം മത്സരവും അതോടൊപ്പം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും ആയിരിക്കും ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റെസിൽമേനിയ 40 ഏപ്രിൽ 6, ഏപ്രിൽ 7 തീയതികളിലാണ് റെസിൽമേനിയ നടക്കുക. റെസിൽമേനിയയെക്കുറിച്ച് പറയുമ്പോൾ റെസിൽമേനിയ 2008 അണ്ടർടേക്കർ ഷോൺ മൈക്കിൾ മത്സരവും, അതോടൊപ്പം റെസിൽമേനിയ 2005 ജോൺസിന ചാമ്പ്യനായതും ബട്ടിസ്റ്റ ചാമ്പ്യനായതും ഒക്കെ ഒരു അൺഫോർട്ടബിൾ മൂവ്മെൻറ്റ്സ് ആണ് ഇതിന് മുമ്പത്തെ ഉള്ളത്. അതോടൊപ്പം റെസിൽമേനിയ 2014 ഡാനിയൽ ഒബ്രയൻ ചാമ്പ്യനായതും ഒക്കെ വളരെ മനോഹരമായ മൂവ്മെൻറ്റുകളായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കോഡി റോഡ്സ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കോഡി റോഡ്സ് വിജയിച്ചാൽ അതും ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. പഴയ ഈ താരങ്ങളുടെ മൂവ്മെൻറ്റ് എന്ന പോലെ ഇതും ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റെക്കോർഡ് റെയിൻ ചാമ്പ്യൻഷിപ്പ് അവസാനിക്കുമോ? കോഡി റോഡ്സ് വിജയിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.